ഗൈസ്, ഇത് മാർച്ച് 1 പുതിയ മന്തോടൊപ്പം ഇത് പുതിയ ചാൻസും കൂടിയാണ്. ഞാനൊരു കാര്യം നല്ലതായി ബിലീവ് ചെയ്യുന്നുണ്ട്. ലൈഫ് ഫുള്ള് റീസെറ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കൊല്ലം വരെ അല്ലെങ്കിൽ ജനുവരി 1 വരെ അങ്ങനെ കാത്തിരിക്കണമെന്നൊന്നുമില്ല. എല്ലാ മന്തും നമുക്കൊരു സ്മോൾ റീസെറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മന്തും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മന്ത്ലി റീസെറ്റ് ചെയ്യും. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്, മാർച്ച് 1. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടും. എനിക്ക് തോന്നുന്നു സ്പേസ് ക്ലീനായി തന്നെ മൈൻഡും കുറച്ച് കാമാകുന്നു. അതുകൊണ്ട് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലീൻ തുടങ്ങിയിട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ ജേർണലിൽ ഓരോ മന്ത് തുടങ്ങുമ്പോഴും ആ മന്തിൽ ചെയ്ത് തീർക്കേണ്ട ഗോൾസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാറുണ്ട്. ലാസ്റ്റ് മന്ത് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ മിസ്സായി, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല, ബട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാ മന്തും ഞാൻ കുട്ടി ഗോൾസ് സെറ്റ് ചെയ്യാറുണ്ട്. വലിയ ബിഗ് ഗോൾസൊന്നുമല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസാണ്. ലൈക്ക് ഹെൽത്ത് നന്നാക്കുക, അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റായി യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, കുറച്ച് സെൽഫ് കെയറിന് ടൈം കൊടുക്കുക, അങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ സിമ്പിളാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ കൺസിസ്റ്റൻസി ഇല്ലെങ്കിലുണ്ടല്ലോ ഒന്നും നടക്കില്ല കേട്ടോ. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഗതി എപ്പോഴും സെയിം ആയിരിക്കില്ല. പക്ഷേ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഡിസിപ്ലിനൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേ പ്രോഗ്രസ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ മാർച്ച് എനിക്ക് ഒരു സ്പെഷ്യൽ മന്താണ്. കാരണം അടുത്ത മാസം എനിക്ക് 25ാമത്തെ വയസ്സ് തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ 24ാം വയസ്സിൻ്റെ അവസാനത്തെ ഒരു മാസം കൂടിയാണിത്. അപ്പോൾ കുറച്ച് റീസ്റ്റാർട്ടുകളൊക്കെ ആവശ്യമുണ്ടല്ലോ. ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഡൗട്ട് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. ബട്ട് അതിൻ്റെയൊക്കെ ഇടയിലും ഞാൻ എന്നെ തന്നെ ചൂസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഞാൻ ഈ ലൈഫ് റീസെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അൺയൂസ്ഡ് ക്ലോത്തൊക്കെ മടക്കി വയ്ക്കുക, ഫോൺ ഗാലറി ക്ലീൻ ചെയ്യുക, ടോക്സിക് തോട്ട്സൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക, അങ്ങനെ 10 മിനിറ്റ് സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കുക. അങ്ങനെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ലൈഫ് മൊത്തം കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ ഡെയിലി ഹാബിറ്റ്സൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ മാർച്ചിൽ ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന കുറച്ച് പ്രോമിസസ് ഉണ്ട്. കമ്പാരിസൺ കുറയ്ക്കുക, കൺസിസ്റ്റൻസി കൂട്ടുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അങ്ങനെ കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു ജമ്പൊന്നുമല്ല ലൈഫിലേക്ക് വേണ്ടത്, ഒരു സ്മോൾ സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഒരു മന്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നോട്ട് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു എന്ന് പറയാൻ പറ്റിയാൽ എനിക്കത് മതി ഹാപ്പിനെസ്സിന്. ഇഫ് യു ആർ വാച്ചിങ് ദിസ്, മേ ബി നിങ്ങൾക്കും ഒരു റീസെറ്റ് ഇപ്പോൾ ആവശ്യമുണ്ടായിരിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഇപ്പം തന്നെ നിങ്ങൾ തുടങ്ങുക. അപ്പോൾ എല്ലാവരും റെഡി ഫോർ മാർച്ച്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടേക്ക് കെയർ ആൻഡ് ബൈ.